ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ആഗോള ഭക്ഷ്യ പോഷകാഹാര സുരക്ഷയ്ക്ക് പ്രതിവിധികൾ നൽകുന്ന ഭക്ഷ്യ മിച്ച രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ 32ാം അന്താരാഷ്ട്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര കൃഷി രീതിക്ക് 2024-25 കേന്ദ്ര ബജറ്റിൽ വലിയ പരിഗണനയാണ് നൽകിയിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഇന്നും ഊർജിത രക്ഷാദൌത്യം നടന്നു. യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ച് 6 മേഖല കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടന്നത്. സൈന്യം, NDRF, സംസ്ഥാന ഏജൻസികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർക്കൊപ്പം പ്രദേശവാസികളും തിരച്ചിലിന്റെ ഭാഗമായി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 30 കുട്ടികൾ ഉൾപ്പെടെ 218 പേരുടെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 152 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 200-ലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 2000-ഓളം പേരെ രക്ഷപ്പെടുത്തി. വയനാട് ജില്ലയിലെ 90-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ 10,000-ഓളം പേരാണ് കഴിയുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വനമേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ ഇന്നും നടന്നു. പ്രതികൂല കാലാവസ്ഥയും മറികടന്നാണ് പുഴയിലും കാട്ടിലുമായി തിരച്ചിൽ നടക്കുന്നത്. അതിനിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ 3 പേർ വയനാട് സൂചിപ്പാറയിൽ കുടുങ്ങിയെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ഇവരെ രക്ഷപ്പെടുത്തി. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ദുരന്തത്തിൽ തകർന്ന ജനവാസ മേഖലയ്ക്ക് പകരമായി സുരക്ഷിതമായ മറ്റൊരു പ്രദേശത്ത് ടൌൺഷിപ്പ് നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള CMDRF സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സംവിധാനമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരുപയോഗ സാധ്യത കണക്കിലെടുത്ത് QR കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചു. പകരം UPI ID വഴി ജനങ്ങൾക്ക് സംഭാവന നൽകാമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് ദുരന്തബാധിതർക്ക് ഇൻഷുറൻസ് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കി പണം നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. LIC, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് എന്നീ സ്ഥാപനങ്ങളോട് വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചു. വയനാട്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് ഇൻഷുറൻസ് ക്ലെയിമുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നും ജില്ലാ കളക്ടർക്ക് 4 കോടി രൂപ അനുവദിച്ചു. വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് തുടരുകയാണ്. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ റേഷൻ വിഹിതം സൌജന്യമായി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ARD 44, 46 റേഷൻ കടകളിലെ ഗുണഭോക്താക്കൾക്കാണ് സൌജന്യ റേഷൻ നൽകുക. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനായി ജീവിച്ചിരിക്കുന്നവരുടെ DNA സാമ്പിളുകൾ പരിശോധനയ്ക്കെടുക്കുമ്പോൾ മാനസികമായി അവരെ സജ്ജമാക്കുന്നതിന് ആരോഗ്യവകുപ്പ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതായി മന്ത്രി വീണ ജോർജ്. ദുരന്തത്തിന്റെ ആഘാതവും കാണാതായവരെക്കുറിച്ചുള്ള ആശങ്കയും അനുഭവിക്കുന്നവരെ മാനസികമായി പരിശോധനയ്ക്ക് സജ്ജമാക്കുകയും പരിശോധനയുടെ പ്രാധാന്യം ബോധ്യമാക്കുകയും ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ളതാണ് മാനദണ്ഡങ്ങൾ. ദുരന്തമേഖലയിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേക മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദുരന്തമേഖല അനാവശ്യമായി സന്ദർശിക്കുന്നവർ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ടെന്നും അത്തരം വാഹനങ്ങൾ തടയേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷണ സാധനങ്ങളുമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനവും ഒഴിവാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ, ചൂരൽമല ദുരിതബാധിത പ്രദേശങ്ങളിൽ ഡ്രോൺ സർവേ നടത്തുമെന്ന് സംസ്ഥാന മന്ത്രിസഭ ഉപസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേഖലയിലെ പഴയകാല ചിത്രവുമായി താരതമ്യം ചെയ്താവും തിരച്ചിൽ. ഉരുൾപൊട്ടലിൽ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ചാ വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദ പാത്തിയുടെ ഫലമായ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിലും അമ്പെയ്ത്തിലും ഇന്ന് മെഡൽ നേടാനാകാതെ ഇന്ത്യ. 3ാം മെഡൽ പ്രതീക്ഷിച്ചിറങ്ങിയ മനു ഭാക്കർ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഫൈനലിൽ 4ാമതായി. വനിതാ വിഭാഗം അമ്പെയ്ത്ത് വ്യക്തിഗത മത്സരങ്ങളിൽ ദീപിക കുമാരിയും ഭജൻ കൌറും പരാജയപ്പെട്ടു. പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ നാളെ ബ്രിട്ടനെ നേരിടും. ഇന്ത്യ ശ്രീലങ്ക 2ാം ഏകദിന ക്രിക്കറ്റ് മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ആദ്യ ഏകദിനം ടൈ ആയിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്.
പ്രശസ്ത നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.